ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ പണിയായുധങ്ങളായിട്ട് ഇരിക്കുന്നുണ്ടാവില്ലേ? തേഴ്സ്ഡേയ്സിലാണ് ഞാൻ ഒരു വീക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലീനിങ്സും ചെയ്യാറ്. ഫ്രൈഡേയിലെ വിളക്ക് വെക്കൽ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതായതുകൊണ്ട് ഫ്രൈഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ തേഴ്സ്ഡേ തന്നെ ചെയ്തു വെക്കും കേട്ടോ. ഡീപ്പ് ക്ലീനിങ് എല്ലാം തന്നെ ചെയ്യുന്ന ദിവസമാണ് തേഴ്സ്ഡേ. അതായത് എൻ്റെ ജനൽ, വാതിൽ, ജനൽ കമ്പികൾ, വാതിലിൻ്റെ ഫ്രെയിം, അതുപോലെ ടേബിൾ മാറ്റ്, ബെഡ്ഷീറ്റുകൾ, അതിൻ്റെ കട്ടിലിന് അടിവശം, ഒത്തിരി സാധനങ്ങളെല്ലാം കട്ടിലിന് അടിയിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ഈ തേഴ്സ്ഡേ എന്ന് പറയുന്നത്. കല്ലുപ്പും വിനീഗറും ക്ലീനിങ് സൊല്യൂഷനും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലോർ എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കാറ്. ഇവിടെ ഈ പാറ്റ, പല്ലി, പഴുതാര, ഒച്ച് എന്നിൻ്റെയൊക്കെ ശല്യം കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വീട് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു. പ്രത്യേകമായിട്ട് പൂജാമുറി തുടച്ചെടുത്തു. ഇപ്പം തന്നെ അത്യാവശ്യത്തിലേറെ വിശപ്പായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ലഞ്ചിന് എന്തെങ്കിലും കഴിച്ചേ പറ്റുമായിരുന്നു. അപ്പോൾ ചോറും ഒരു തട്ടിക്കൂട്ടൽ വിഭവമായിട്ടുള്ള ചമ്മന്തിയും മുട്ട പൊരിച്ചതും പപ്പടവും കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടികളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കുറച്ച് നാരങ്ങ ഉപ്പിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉണക്കി വെച്ച നാരങ്ങ എടുത്തിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കി വെച്ചത്. സത്യം പറയാലോ, ഒരു കിടിലൻ സ്മെല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു സ്മെല്ലുള്ളത് ഒരു അച്ചാറും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ടേസ്റ്റുമായിരുന്നു. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്മെല്ലുമായിരുന്നു. അങ്ങനെ അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ച് പിന്നെ കിച്ചണിൽ കുറച്ച് ഭാര്യം കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ചെടിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അവരുടെ വെള്ളമൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞ് പുതിയ കുപ്പിയൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് കിച്ചണൊക്കെ ഓൾമോസ്റ്റ് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാര്യം പണിയെടുത്ത് നടു ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രിക്ക് എടുക്കാൻ നേരത്ത് ഭയങ്കര ഒരു മനസ്സിന് സമാധാനമാണ്. എല്ലായിടത്തും ക്ലീൻ ആയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഇന്ന് മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ ഇന്നലെ പറഞ്ഞിരുന്നു, അമ്മ മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വല്ലാതൊരു ക്രേവിങ് വരുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിയുണ്ട തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ. ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. ഇതൊക്കെ അമ്മ എനിക്ക് കൊടുത്തു വിടുന്നതാണ് അവിടെ നിന്ന്. ഇത് ഞാൻ ബൾക്കായിട്ടാണ് അരി വറുത്ത് പൊടിച്ച് വെക്കാറ് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ തിരുമ്മി വെച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി ഞാൻ വേഗം തന്നെ അരിയുണ്ട ഉണ്ടാക്കി കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഈ സമയമൊക്കെ ആയപ്പോഴേക്കും 4:15 കഴിഞ്ഞിരുന്നു. മക്കൾ വരാനുള്ള സമയം ഏറെക്കുറെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായക്ക് പാലും വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്നു, മക്കളെയും കൂട്ടിയിട്ട് വന്നു. ഞങ്ങൾ 3 പേരും ചായ കുടിച്ചോട്ടാ. ആവിക്കുട്ടി ഇവിടെ ഒരു ചായ വിരോധിയാണേ.